ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 126 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഈ പകൽക്കാലം ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാനായിട്ടുള്ളത് വൻ കാര്യങ്ങൾ ചെയ്യുന്നവനായ ഒരു ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് ചെറിയ കാര്യങ്ങളെങ്കിലും എങ്ങനെയെങ്കിലും നടന്നാൽ മതി എന്ന് നാം ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം ചെയ്യുന്നത് ചെറിയതല്ല, വൻ കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കയ്യിലേക്ക് 5 അപ്പവും 2 മീനും കൊടുക്കപ്പെട്ടപ്പോൾ അത് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിനെ അധികമായി വർദ്ധിപ്പിച്ച് അതേ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കത്തക്ക നിലയിൽ അതിനെ അനുഗ്രഹിച്ചെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് നിലയിലാണോ നിങ്ങൾ ഞെരുങ്ങിയിരിക്കുന്നത്, ഏത് നിലയിലാണോ നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ തടസ്സങ്ങളെ നീക്കി, നിങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റി, നിങ്ങളുടെ വിഷമങ്ങളെ മാറ്റി വലിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുമോ? കർത്താവിൻ്റെ കരത്തിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചെറുതുമായും അസാധ്യമായ കാര്യങ്ങളെ വൻ കാര്യങ്ങളാക്കി തീർത്ത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ഓരോ ആവശ്യങ്ങളുടെ മുഖത്തും അത് പകരാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ദൈവം അയക്കാൻ പോകുകയാണ്. വൻ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവനോട് ചേർന്ന് സന്തോഷത്തോടെ നമുക്കിന്ന് പകൽക്കാലം ജീവിക്കാം. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. ആ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.